ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോഗ് ലാമ്പാണ്. ഈ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ അൺബോക്സിങ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാഷൻ എക്സ്പ്രോയിലാണ്. അതായത് ഈ വാഹനത്തിലാണ് നമ്മളിതൊരു പരീക്ഷണമായിട്ട് നടത്താൻ പോകുന്നത്. ഈ വാഹനത്തിൽ ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷമെങ്കിലും ആയി കാണും. 10 വർഷത്തിന് മുമ്പ് വെച്ചതാണത് ഈ ഒരു ലൈറ്റ്. അപ്പം ഇവനെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. മാറ്റി വെച്ചും ഈ ഒരു ലൈറ്റാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് പഴയ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ചൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണോ എന്ന് അറിയത്തില്ല, കാരണം ഞാനിപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു സ്വിച്ചിലോട്ട് തന്നെ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കുകയാണ്. പെർമനൻ്റ് ആയിട്ടല്ല. ഇപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ഇപ്പോൾ പറയുമായിരിക്കും ഇത് ലീഗൽ അല്ലല്ലോ, ഇല്ലീഗൽ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വരും. ഞാനിത് ജസ്റ്റ് വെച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കുക. പിന്നെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തേക്ക്, അതിലോട്ട് മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ടേക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതൊരു ജെന്യൂൻ പ്രോഡക്റ്റാണ്. ടൊറീറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. നല്ല കിടിലൻ കമ്പനിയാണ്. കാരണം ഞാൻ യൂസ് ചെയ്ത 2-3 പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്തതായിട്ട് വേറെ ഒന്നുമില്ല. ഏതായാലും നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. ഓക്കെ, ഏതായാലും നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു വാറണ്ടി കാർഡാണ്. ഇതിന് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ കിഡിലൻ ലൈറ്റ്. കുഞ്ഞൻ ലൈറ്റാണ്, കാണാൻ നല്ല രസമാണിത്. ഇത് നമുക്ക് ശരിക്കും ബൈക്കിലും വെക്കാൻ പറ്റും, കാറിലും ഫിറ്റ് ചെയ്യാൻ പറ്റും. കാറിൽ ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി ഇടുക, ഉറപ്പായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. 3 വയറാണ് ഇതിൽ വരുന്നത്. 3 വയർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വാം വൈറ്റ് ഉണ്ട്. ശരിക്കും അതിൽ യെല്ലോ തന്നെയാണ്, ഗോൾഡൻ യെല്ലോ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു വൈറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇടാം. ഇനി രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ 3 ലൈൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് 2 അലൻ കീസ് വരുന്നുണ്ട്. 2 അലൻ കീസ് വരുന്നുണ്ട്, 2 സ്ക്രൂസ് വരുന്നുണ്ട്, ഈ ഒരു ക്ലാമ്പും വരുന്നുണ്ട്. ഏതായാലും നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ പഴയ ലൈറ്റ് ഞാൻ അഴിക്കട്ടെ. അപ്പോൾ നമുക്കിവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കവറിനകത്ത് ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ ലൈറ്റെല്ലാം അഴിച്ചു. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ കവറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം ഒരു ക്ലാമ്പാണെന്നുള്ളത്. 2 അലൻ കീസ് വരുന്നുണ്ട്. ഈ 2 അലൻ കീസ് വരുന്നത് ഇത് രണ്ടും 2 സൈസിൻ്റെ ആയതുകൊണ്ടാണ്. ഇത് ചെറുതും ഇത് വലുതും. ഓക്കെ, അതിനാണ് ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും ഇവനെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അപ്പം ഇത് വേണ്ടേ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്, കണ്ടോ. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ താഴെ നിന്ന് കൊടുക്കാം. ടൊറീറ്റോയുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ പൊക്കത്തിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഏതായാലും ബാക്കിയുള്ളതൊക്കെ വെച്ചേച്ചും ഈ വണ്ണം കൂടിയ ബോൾട്ടിനെ നേരെ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാനിത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ വലിയ അലൻ കീ വെച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞിട്ട് സെൻറ്റർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാണ്. യെസ്, ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിടാം. വാ, ഇത് നമ്മുടെ പഴയ ഹോളായിരുന്നു. ആ ഹോളിൻ്റെ ആവശ്യമില്ലാതെ അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിങ്ങനെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ലൂസാണ്. ലൂസ് ആയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു റബ്ബറിൻ്റെ പോർഷൻ കൂടെ വെച്ച് ക്ലാമ്പ് ചെയ്യുന്നതായിരിക്കും ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. ഇത് ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കുറച്ചുകൂടെ ഹിഡൻ ആയിട്ടൊക്കെ ഈ പോർഷൻ ഇച്ചിരി വണ്ണം കൂടുതലല്ല. അപ്പോൾ ഇവിടെ തന്നെ മതി. ഞാനൊരു റബ്ബറിൻ്റെ പോർഷൻ കൊടുത്ത് കട്ട് ചെയ്ത് ഏതായാലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ. ഞാൻ ചെറിയ റബ്ബറിൻ്റെ പീസ് തന്നെ ഇവിടെ വെച്ച് ഇൻസുലേഷൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇവനെ ചുമ്മാ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇത് നമുക്ക് 2 രീതിക്ക് ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും ഫിറ്റ് ചെയ്യാം. 2 പൊസിഷനിലും ഇവൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ച് ഇവിടെ ബോൾട്ട് ചെയ്യാൻ പറ്റും. ഇപ്പുറത്തോട്ട് തിരിച്ച് ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൊറീറ്റോ എന്നുള്ളൊരു ലോഗോ അല്ലെങ്കിൽ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇവനിങ്ങനെ മേളിലോട്ടാണ് ഒന്ന് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്കിതിൻ്റെ നട്ടിട്ട് കൊടുക്കാം. ഈ ഒരു നട്ടാണ് നമുക്കതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നത്. നട്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ടു. അതിനുശേഷം ഇവിടെ ഞാനിങ്ങനെ വെച്ചു. ഓക്കെ എന്ന് തോന്നിയൊരു പൊസിഷനിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഇട്ടു, ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഞാനിത് ഇപ്പം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ടൈറ്റ് ചെയ്യുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കിപ്പോൾ ഒത്തിരി ടൈറ്റ് ചെയ്താലുള്ള കുഴപ്പം നമുക്ക് രാത്രി അറിയത്തുള്ളൂ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള, താക്കണോ പൊക്കണോ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടെ പെട്ടെന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഇത് ഫിറ്റ് ചെയ്തു, പക്ഷേ ഇതൊന്നുകൂടെ ഞാൻ അഴിക്കാൻ പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിത് കണ്ടപ്പം
ഈ ഒരു ഭാഗം ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വൃത്തിയോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നേരെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് തോന്നും. കാരണം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഈ ഫ്രണ്ടിൽ ഇതിൻ്റെ നെട്ടും ബോൾട്ടും ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയ വൃത്തിയുടെ ഞാൻ ഇതിലൊന്ന് തിരിച്ചൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ താഴത്തെ ബേസ് ഒന്ന് തിരിച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേണ്ട ഇനിയിപ്പം ഞാനിത് ബാക്കിൽ നിന്നാണ്, അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ നിന്നാണ് ഞാനിപ്പം ബോൾട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതേ ലൈറ്റ് കത്തി നിൽക്കുന്ന രണ്ട് സൈഡും. ഇതിപ്പം വൈറ്റ് മാത്രമാണ് ഞാൻ കത്തിച്ചിരിക്കുന്നത്, യെല്ലോയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് കൊടുത്തതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ സ്വിച്ചും ഇതിൻ്റെ വയറിങ്ങൊക്കെ കുറച്ച് നാളായിട്ട് ഇതിലിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എലി കയറി ചെറുതായിട്ടൊന്ന് പണിതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഴയ സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി, എല്ലാവരും കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഡയറക്റ്റ് കൊടുത്തു എന്നുള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് രാത്രി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഡിഫറൻസ് ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഈ ഒരു ഫോഗ് ലാമ്പ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം. പിന്നെ ഇത് സെറ്റ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും വരുന്നവൻ്റെ കണ്ണിലോട്ട് അടിക്കാനല്ല ശ്രമിക്കേണ്ടത്, റോഡ് വിസിബിലിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രത്യേകിച്ച് ഇതൊരു ഫോഗ് ലാമ്പാണ്, പ്രൊജക്ടർ ലാമ്പ് ആയതുകൊണ്ട് താഴെ മാത്രം പോകത്തുള്ളൂ. ഒരുപാട് പേര് വന്നിട്ട് ഇപ്പോൾ പറയും അവൻ അടിയത് ബാക്കിയുള്ളവൻ്റെ കണ്ണിലോട്ട് അടിച്ചു കൊടുക്കാൻ നിൽക്കുക എന്നുള്ളത് തെറ്റാണ്. ഫോഗ് ലാമ്പ് പ്രൊജക്ടറുള്ള ടൈപ്പ് ശ്രദ്ധിക്കുക. പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വെക്കുന്ന എവിടെയാണോ അവിടെ നിൽക്കത്തുള്ളൂ, അല്ലാതെ വരുന്നവൻ്റെ കണ്ണിലോട്ട് അടിക്കത്തില്ല. ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. ഏതായാലും രാത്രി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, രാത്രിയിലത്തെ വിഷ്വലാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തായിരുന്നു, ഫ്രണ്ട് ഒന്ന് ഒരല്പം അപ്പ് ആൻഡ് ഡൗൺ വെച്ച് ഞാൻ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന പ്യുവർ വൈറ്റ് ലൈറ്റാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. കാരണം മേലോട്ട് സ്കാറ്ററായി പോകത്തില്ല, അതെല്ലാം അതുപോലെ തന്നെ. അതായത് ആസിറ്റീസ് എങ്ങനെയാണ് ഈ ലൈറ്റ് കാണുന്നത്, ഇതല്ലാതെ ഒരു അല്പം പോലും ആരുടെയും കണ്ണിലടിക്കില്ല, 100% ഞാൻ ഉറപ്പ് തരാം. ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ട് നോക്കാം. വാ, അങ്ങനെ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ്. എനിക്ക് ഒരുപാട്, സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് ഉണ്ടാകുന്നത്. അതായത് നൊസ്റ്റാൾജിയ എന്ന് ഞാൻ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഈ ഒരു ലൈറ്റായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് താഴെ. പക്ഷേ ഇങ്ങനത്തെ പ്രൊജക്ടർ അല്ലാത്തതുകൊണ്ട് കുറച്ച് സ്കാറ്ററായി പോകുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു, ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും താഴെ ഇറക്കിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും നമുക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതായത് കുഴിയോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം സാധാരണ ഈ ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ കൂട്ടത്തിൽ വരുന്നൊരു ഹെഡ്ലൈറ്റ് 5 പൈസയ്ക്ക് കൊള്ളത്തില്ല, കുഴിയൊന്നും കാണത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിക്കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമുക്ക് ഏതായാലും ഈ വൈറ്റ് ലൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇത് നമ്മുടെ ഹെഡ്ലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്, അതിൻ്റെ പാസ് ബൈ ലൈറ്റാണ് കണ്ടത്. അപ്പോൾ ഇതാണ് പാസ് ബൈ, അത് നല്ല വെട്ടമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് റിലേ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. അത് ഞാൻ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇപ്പോഴത്തെ ഹെഡ്ലൈറ്റിൻ്റെ വൈറ്റ് നിങ്ങൾ കണ്ടു. ഇനി നമുക്കിതിൻ്റെ യെല്ലോയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ സൈഡ് ഒന്ന് കൊടുക്കുക. യെല്ലോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. യെല്ലോ കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും ഈ 2 കളറുള്ള ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, യെല്ലോ കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. നമുക്കിത് വെച്ചൊരു ഡ്രൈവും കൂടെ നടത്തി നോക്കാം. വാ. ഓക്കെ, ഇപ്പോൾ യെല്ലോ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ നേരത്തെ വൈറ്റ് കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ താഴെയാണെങ്കിൽ പൊസിഷനിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ നേരെ മേളിൽ അത്യാവശ്യം ആൾക്കാരുടെ കണ്ണിലടിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. 100% ഇത് ബാക്കിയുള്ളവരുടെ കണ്ണിലടിക്കും, തെറി കേൾക്കേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യം ഷുവറാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ലൈറ്റ് ഇട്ട്, അതായത് യെല്ലോ ലൈറ്റ് എപ്പോൾ ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞുള്ള സമയത്ത് നിങ്ങൾ പോകുമ്പോൾ മാത്രം ഇടാൻ ശ്രമിക്കുക. അല്ലാത്തപ്പം താഴെയുള്ളത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇതിപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം, എന്തേ കറക്റ്റ് ആ മതിലിൻ്റെ ആ ഒരു പൊക്കമാണ് കറക്റ്റ് നിൽക്കുന്നത്, ആ ഒരു ചെടിയൊക്കെ നമുക്ക് കാണാം. അപ്പം ഉറപ്പായിട്ടും പലവൻ്റെ കണ്ണിൽ അടിച്ചിരിക്കും. അതുകൊണ്ട് അത് വേണ്ട, നമുക്കിതേതെല്ലാം മാറ്റി. ഇനിയിപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചുള്ളതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഈ സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചും രണ്ടും കൂടെ ഒന്നിച്ച് ഞാനൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. മേളിൽ കാണുന്ന യെല്ലോയും താഴെ കാണുന്ന വൈറ്റും, അതായത് വൈറ്റ് ആൻഡ് യെല്ലോ ഒന്നിച്ചാണ് ഇപ്പോൾ കത്തുന്നത്. ഏതായാലും കണ്ടോ, ആ വരുന്ന ആൾക്കാരെല്ലാം എന്നെ ബ്രൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്, തെറിയും കൂടെ പറയുന്നുണ്ടായിരിക്കും മനസ്സിൽ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഏതായാലും യെല്ലോ ഓഫ് ചെയ്യാണ്, വൈറ്റിലോട്ട് മാത്രം ആക്കുകയാണ്. ഇപ്പോൾ യെല്ലോയും വൈറ്റും കൂടെ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ദേ സ്റ്റോപ്പ് ചെയ്തു, ഇപ്പം തന്നെ മാറ്റുകയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ട് ഫോഗ് ലാമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്, യെല്ലോ ആണോ വൈറ്റ് ആണോ, അതോ രണ്ടും കൂടെ ഒന്നിച്ചുള്ള വർക്കിംഗ് ആണോ, എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.